ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ്. കാരണം UAE അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്രഷറായിട്ട് ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സാലറി എക്സ്പെക്റ്റ് ചെയ്യാം, അതുപോലെ ഈ വീഡിയോയിൽ ഫ്രഷറായ സമയത്ത് എനിക്ക് കിട്ടിയ സാലറിയും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ മസ്റ്റായിട്ടും കാണുക. ഞാൻ സംടൈംസ് ഞാൻ ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ എൻഡിലായിരിക്കും ഞാൻ എൻ്റെ സാലറി ഡിസ്ക്ലോസ് ചെയ്യുന്നത്. സോ നിങ്ങളത് ഞാൻ പറയുന്ന A to Z കാര്യങ്ങൾ നിങ്ങളൊന്ന് ക്ഷമയോടെ കേട്ട് നിൽക്കുക. അപ്പം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളിവിടെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ കറൻ്റ്ലി നിങ്ങളിവിടെ ജോബ് സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളായി മാറുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ അക്കൗണ്ടൻറ്റ് ജോബിലേക്ക് എൻ്റർ ചെയ്യുന്നത് 2024 ജൂലൈ 15 അതായത് കഴിഞ്ഞ ഇയർ ജൂലൈ 15. ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദി ഈ കേസിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ UAE അക്കൗണ്ടൻറ്റ് ജോബിലേക്ക് വന്നിട്ടുണ്ടാവാം. ഇനി അതല്ല PG കഴിഞ്ഞ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, ഞാനിനി നേരെ UAE പോവാണ്, അങ്ങനെ പ്ലാൻ ചെയ്യുന്നവരുണ്ടാവാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഉറപ്പായും ജോലിയിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നതും. അതുപോലെ തന്നെ നിങ്ങളെ സാലറിയും അതിനെ ബേസ് ചെയ്തിരിക്കും. അത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ്. കാരണം ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരാൾ ഫ്രഷറായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ജോലിക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളോട് എക്സ്പെക്റ്റഡ് സാലറി ചോദിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. അതായത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾ ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ഇൻ കേസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ ACCA കഴിഞ്ഞ ആളാണ്. സോ ഉറപ്പായും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ സാലറിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, സപ്പോസ് ഞാനൊരു ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിൽ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാനും നമ്മളുടെ എക്സ്പെക്റ്റഡ് സാലറി ഇൻ്റർവ്യൂവിൽ പറയുന്നതിനും ഒരു ലെവലുണ്ട്. അതുപോലെ തന്നെ ഞാൻ PG ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എക്സ്പെക്റ്റഡ് സാലറി ഇൻ്റർവ്യൂവിൽ സമയത്ത് പറയാം. ഇൻ കേസ് ഞാൻ CA എനിക്ക് കിട്ടിയ ആളാണ്, അപ്പോൾ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ സമയത്ത് എന്നോട് എക്സ്പെക്റ്റഡ് സാലറി ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറയുന്ന ഒരു ലെവല് വേറെയാണ്. അങ്ങനെ ഈ 3 കാറ്റഗറി അല്ലെങ്കിൽ ഈ 3 ലെവലിലും നമുക്ക് 3 രീതിക്ക് തന്നെ എക്സ്പെക്റ്റഡ് സാലറി നമുക്ക് ഇൻ്റർവ്യൂവിൽ പറയാം. അതൊരു കേസ്. ആ കേസ് നമ്മൾ പറയുന്നത് ഇൻ്റർവ്യൂ സമയത്ത് അവർ എക്സ്പെക്റ്റഡ് സാലറി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര പറയാം, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനിയുള്ള കേസിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം എക്സ്പെക്റ്റ് ചെയ്യാം, അത് ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ക്വാളിഫിക്കേഷൻ ആൻഡ് സെയിം ടൈം യുവർ നോളജ്. ഇൻ കേസ് നിങ്ങളിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, നിങ്ങളുടെ സാലറി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ക്വാളിഫിക്കേഷൻ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ നിങ്ങളുടെ നോളജ് ലെവലും അവർ മെഷർ ചെയ്യും. നിങ്ങളുടെ നോളജ് ലെവൽ ആൻഡ് യുവർ ക്വാളിഫിക്കേഷൻ, ഈ 2 ഫാക്ടറിനാണ് നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സാലറി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ക്വാളിഫിക്കേഷൻ, സെക്കൻഡ് ഫാക്ടർ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നോളജ് ലെവലാണ്. നിങ്ങൾ ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് നിങ്ങളുടെ നോളജ് മെഷർ ചെയ്യാനുള്ള ഒരേ ഒരു വഴി അവർ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കലാണ്. അങ്ങനെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളത് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നോളജ് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെ നിങ്ങളുടെ നോളജ് ലെവൽ നിങ്ങൾക്ക് അവിടെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി അവർക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ സാലറി അവർ ഓഫർ ചെയ്യുള്ളൂ. ഇനി നിങ്ങൾക്ക് സാലറി എത്ര എക്സ്പെക്റ്റ് ചെയ്യാം, അതായത് കറൻ്റ് UAE മാർക്കറ്റിൽ നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് എത്രമാത്രം എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് മാക്സിമം 2000 to 3.5. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ, ഞാൻ ഈ 2000 to 3.5 എന്ന് ഇപ്പോൾ പറയാൻ കാരണം നമുക്ക് ഇവിടെ പല ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ടല്ലോ. വളരെ ഹൈ ലെവലുള്ള കമ്പനീസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്മോൾ കമ്പനീസും ഇവിടെ ഉണ്ടാവാം. അപ്പോൾ ഒരിക്കലും ബിഗ് കമ്പനീസ് കൊടുക്കുന്ന സാലറി ആയിരിക്കില്ല സ്മോൾ കമ്പനീസ് കൊടുക്കുക. അപ്പം അതും ഒരു ഫാക്ടറാണ്. അപ്പം അത് നമ്മളെ കയ്യിലുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്കെയില് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 2000 to 3.5 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു BCom കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും 2.5 പ്ലസ് നിങ്ങൾക്കൊരു 3.5 വരെ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ 2.5 to 3.5 നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം.
നിങ്ങൾ സാലറി എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് 2.5 to 3.5 ഓക്കെ, നിങ്ങൾ സാലറി 3.5 എക്സ്പെക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ നോളജ് ലെവൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ്. നിങ്ങളോട് ഇൻ്റർവ്യൂവിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് സെയിം ടൈമിൽ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ആ 5 ക്വസ്റ്റ്യൻസിനും അറ്റ്ലീസ്റ്റ് 4 ക്വസ്റ്റ്യൻസിനും നിങ്ങൾ മാക്സിമം നല്ല രീതിക്ക് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3.5 എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ഈവൻ ബികോം ആണെങ്കിലും, നിങ്ങൾ ഈവൻ ബികോം ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ ഇവിടേക്ക് വരുവാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് അത്രമാത്രം നിങ്ങളുടെ നോളജ് ലെവല് നിങ്ങളുടെ സാലറിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് വരുവാണ്, നിങ്ങൾ നോളജ് ഉള്ള ഒരാളാണ്, ഓക്കെ, എങ്കിൽ കൂടെ നിങ്ങൾ ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് നിങ്ങൾ ഓവർ ടെൻഷൻഡായി നിങ്ങളോട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ കൂടെ നിങ്ങൾ ആൻസർ പ്രോപ്പറായിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി ഒരു 4K ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ആ 4K കിട്ടില്ല. ഓക്കെ, അപ്പം അത്രമാത്രം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ നോളജ് ലെവൽ അവർ മെഷർ ചെയ്യും. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ കേസ്, എനിക്ക് എത്ര സാലറി എൻ്റെ ഫസ്റ്റ് ജോബിൽ, അതായത് ആസ് എ ഫ്രഷർ എനിക്ക് എത്ര സാലറി കിട്ടി, നിങ്ങൾ വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അതാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പോവാണ്. എൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിലും പോയി ലാസ്റ്റ് ഞാൻ ഫിക്സ് ചെയ്തത് 3.5 ഞാൻ അക്കൗണ്ടൻറ്റ് ജോബിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതുപോലെ എനിക്കിന്ന് 1 year എക്സ്പീരിയൻസ് ആയി. ഇപ്പം ഞാൻ ആ സാലറിയിലല്ല ഇപ്പോൾ ഉള്ളത്, അതും നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ സാലറിയും ഇൻക്രീസ് ആവും. ഓക്കെ, അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 3.5 അവർ ഒന്നും നോക്കാതെ ഓക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, ഇയാൾക്ക് ക്വാളിറ്റി ഉണ്ട്, അവർ വെറുതെ മനസ്സിലാക്കിയതിന് ശേഷമല്ല എനിക്ക് ആ 3.5 അവർ ഓഫർ ചെയ്തത്. പകരം അവരെന്നോട് അറ്റ് ദ സെയിം ടൈം 5 ക്വസ്റ്റ്യൻസ് അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്നോട് ചോദിച്ചു. അതിന് 5ലും ഞാൻ ആൻസർ ചെയ്തു. ഓക്കെ, ചിലതിൽ ഞാൻ 4 ക്വസ്റ്റ്യൻസിൽ ഞാൻ പ്രോപ്പറായിട്ടുള്ള കറക്റ്റ് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 5th ക്വസ്റ്റ്യൻസിൽ ഞാൻ ജസ്റ്റ് അവിടെ ബ്രേക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ പറഞ്ഞ ആൻസർ കറക്റ്റായിരുന്നു. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ ടെൻസ്ഡ് ആവും. ബട്ട് അവിടെ ഒരു പോസിറ്റീവ് ഒരു ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസിന് ഞാൻ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. 5th കൂടെ ചോദിച്ച് ഇവരെന്താ നിർത്താത്തേ, നമുക്ക് ആ ഒരു ടെൻഷൻ ആയിരിക്കുമല്ലോ, ഇവരെന്താ നിർത്താത്ത, ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ, ആ ഒരു ഫുൾ ടെൻഷനിലായിരിക്കും നമ്മൾ ഇരിക്കാം. എങ്കിലും ഞാൻ ആ ടെൻഷനൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് അവരെനിക്ക് 3.5 ഓഫർ ചെയ്തത്. 3.5 ഓൾമോസ്റ്റ് ഞാൻ പോയ ഒരുപാട് ഇൻ്റർവ്യൂസിലും എനിക്ക് 3.5 തന്നെയാണ് അവർ ഓഫർ ചെയ്തത്. എങ്കിലും ഞാൻ കൺഫേം ആക്കിയതും എൻ്റെ ഫസ്റ്റ് ജോബ് ഞാനിപ്പോൾ പറഞ്ഞ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചൊരു കേസാണ്. അതുപോലെ ആ 5 ക്വസ്റ്റ്യൻസ് മാത്രമല്ല അവരെന്നോട് ചോദിച്ചത്, പ്ലസ് അവരെന്നെ കൂടെ ടാലി ആയിരുന്നു അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. അപ്പം ടാലി എനിക്കറിയാം എന്നാണ് ഞാൻ എൻ്റെ ബയോഡാറ്റയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ബയോഡാറ്റ അവർ നോക്കിയതിന് ശേഷം എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും അവർ വെരിഫൈ ചെയ്തതിന് ശേഷം അവർ എനിക്കൊരു സിസ്റ്റം തന്നു. എന്നിട്ട് അവർ 2-3 എൻട്രീസ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു പർച്ചേസ് എൻട്രി ആയിരുന്നു, ഒരു സെയിൽസ് എൻട്രി ആയിരുന്നു. ഞാനത് പ്രോപ്പറായിട്ട് എൻട്രി ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ജോലിയിൽ അവർക്ക് മസ്റ്റായിട്ടും എക്സൽ നോളജ് മസ്റ്റാണ്. കാരണം എക്സൽ ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് ആ കമ്പനിയിൽ. അത് ഓരോ കമ്പനീസ് ഡിപ്പെൻഡ് ആണ്. ചില കമ്പനീസ് സോഫ്റ്റ്വെയർസ് മാത്രം യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് അവിടെ എക്സലിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്ത ജോലിയിൽ എനിക്ക് എക്സൽ മസ്റ്റാണ്. അപ്പം അവർ എക്സൽ അറിയാം എന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ ബയോഡാറ്റയിൽ ഞാൻ എക്സൽ വളരെ വലിയ നോളജ് ഉണ്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ്, എക്സൽ എക്സ്പേർട്ട് എന്നുള്ള രീതിക്കാണ് ഞാൻ എൻ്റെ ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്തത്. അപ്പം അവരെന്നെ എക്സലിൽ എനിക്ക് തന്ന 2 ക്വസ്റ്റ്യൻസ്, ഒന്ന് പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ഉണ്ടാക്കുക, അതുപോലെ എനിക്ക് തന്നത് VLOOKUP ആയിരുന്നു. ഈ 2 കാര്യങ്ങളും അവർ കുറച്ച് ഡാറ്റ തന്നിട്ട് 2 ക്വസ്റ്റ്യൻ തന്നിട്ട് ചെയ്യാൻ പറഞ്ഞു. VLOOKUPഉം അതുപോലെ തന്നെ പിവോട്ട് ടേബിളും. ഇത് 2ഉം ഞാൻ ചെയ്തു കൊടുത്തപ്പോഴാണ് അവരെന്നെ കൺഫേം ആക്കിയത്. ഞാനിപ്പം 5 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് പ്ലസ് ഈ 2 കാര്യങ്ങൾ അവരെന്നെ കൊണ്ട് ചെയ്യിച്ചതിന് ശേഷം മാത്രമാണ് അവർ എന്നെ ജോലിയിൽ കൺഫേം ആക്കിയത്. സാലറി 3.5 വരെ കൺഫേം ആക്കിയത്. അതുപോലെ ഞാനും ആ ജോലി ഓക്കെ ആക്കിയത് ഈ സാലറിയും. പിന്നെ അവിടെ എനിക്ക് ഓക്കെ ആയി തോന്നി. ഞാൻ 2-3 ഒരു ടോട്ടൽ ദിസ് ഇസ് മൈ 5th ഇൻ്റർവ്യൂ. ആക്ച്വലി അതെൻ്റെ 5th ഇൻ്റർവ്യൂ ആയിരുന്നു. 5th കമ്പനീസിലാണ് ഞാൻ
ഇൻ്റർവ്യൂസിന് ഡയറക്റ്റ് പോയത്. ഓഫ് കോഴ്സ് എനിക്ക് അതിനിടയിൽ എനിക്ക് കോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ കോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കോൾസിൽ ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് ഓക്കെ ചെയ്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഇവിടെ എത്തണം എന്നായിരിക്കും നമ്മളുടെ ഒരു ഫ്യൂച്ചർ എന്ന് നമുക്കറിയില്ലല്ലോ. ആ സമയത്ത് നമ്മൾ അതിൽ ഓക്കെ, നമ്മളുടെ മൈൻഡ് അപ്പം അങ്ങനെ പറഞ്ഞു, ഞാൻ നാളെ തൊട്ട് ജോയിൻ ചെയ്യാണ്. അവർ പറഞ്ഞു ഓക്കെ മൺഡേ യു ക്യാൻ ജോയിൻ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഐ വിൽ കം എന്ന് പറയാനുള്ളൊരു കൺഫർമേഷൻ എൻ്റെ മൈൻഡിൽ തോന്നിയതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ജൂലൈ 15 ഞാൻ ആ ജോലിയിലേക്ക് എൻ്റർ ചെയ്തു. ഇതോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സാലറി എക്സ്പെക്ട് ചെയ്യുമ്പം ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, അപ്പം എനിക്ക് കിട്ടിയ സാലറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് 3.5. ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട്, ഈ 3.5 ഇന്ത്യൻ റുപ്പിയിൽ എത്രയാവുന്നതായിരിക്കും? 80,000, അറൗണ്ട് 80,000. ഓക്കെ, 80,000 രൂപയാണ് നമുക്ക് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എൻ്റെ സാലറി എന്ന് പറയുന്നത്. മൈ ഫസ്റ്റ് ജോബ്, ഓക്കെ, എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ മൈ ഫസ്റ്റ് ജോബ് ആസ് എ ഫ്രഷർ എനിക്ക് കിട്ടിയ സാലറി. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, പിന്നെ ക്വാളിഫിക്കേഷൻ എനിക്കുള്ളത് കൊണ്ടും പ്ലസ് എന്താ പറയുക, എന്നോട് ഞാൻ പറഞ്ഞ ഈ 5 ക്വസ്റ്റ്യൻസ് അവരെന്നോട് ചോദിച്ചു, ഞാൻ പ്രോപ്പറായിട്ട് അതിന് ആൻസർ കൊടുത്തിട്ടുണ്ട്. തേർഡ്, അവരെന്നെ പ്രാക്ടിക്കലി എന്നോട് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിനും ഞാൻ പ്രാക്ടിക്കലി അവർക്ക് കാണിച്ചു കൊടുത്തു. ടാലിയിൽ ഞാൻ എൻട്രി ഇട്ടു കാണിച്ചു കൊടുത്തു. അതുപോലെ എക്സലിൽ എക്സ്പെർട്ട് ആണെന്ന രീതിയിലാണല്ലോ ഞാൻ ബയോഡാറ്റയിൽ കൊടുത്തത്. അപ്പം എക്സലിൽ 2 ക്വസ്റ്റ്യൻസ്, വി ലുക്കപ്പ് ആൻഡ് പിവോട്ട് ടേബിൾ അവർ ക്വസ്റ്റ്യൻസ് തന്നു, ഞാനത് പ്രോപ്പറായിട്ട് കാണിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് 3.5 അവർ ഓഫർ ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രിപ്പയർഡ് ആവണം. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് നല്ലൊരു ലെവലിൽ എത്തുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലാതെ നമ്മളിപ്പം ഓക്കെ എനിക്കൊന്നും അറിയില്ല 2.5 ഓക്കെ ഞാൻ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനുള്ളൂ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ച് നിങ്ങളൊരു 2.5 നിങ്ങൾ എൻ്റർ ചെയ്ത് പിന്നെ 1, 2, 3 ഇയേഴ്സ് ഒക്കെ ഇവിടെ കഴിയും നിങ്ങളൊരു 3.5, 4 എത്തുന്നതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്? അതല്ല, വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഓക്കെ ഞാൻ BCom മാത്രമാണ്, അതായത് ജസ്റ്റ് ഡിഗ്രിയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ, അപ്പം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ മാക്സിമം എൻ്റെ ക്വാളിറ്റീസ് അവർക്ക് എക്സിബിറ്റ് ചെയ്യണം. ആ ഒരു മൈൻഡുമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് ലേൺ ചെയ്ത് വന്ന് നിങ്ങൾക്ക് ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഇംപ്രഷൻ ഇൻ്റർവ്യൂവിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഈവൻ നിങ്ങൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരാളാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് 3.5 എക്സ്പെക്റ്റ് ചെയ്യാം, ഷുവറാണ്. ആൻഡ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല കമ്പനീസും അതിൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നല്ല കമ്പനീസിലാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കാണിക്കുവാണെങ്കിൽ 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം 3.5 നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവരോട് പറയാം എൻ്റെ എക്സ്പെക്റ്റഡ് സാലറി 3.5 ആണ്. നിങ്ങൾ ആ കോൺഫിഡൻസോടുകൂടെ നിങ്ങൾ പറയുക, നിങ്ങൾ ആൻസേഴ്സ് പറയുക, അവർ ആ 3.5 ഉറപ്പായിട്ടും തരും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ സാലറി എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ 3 കാര്യങ്ങൾ. ഓക്കെ, ഒന്ന്, നിങ്ങൾ സാലറി എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിപ്പെൻഡഡ് ആണ്. ക്വാളിഫിക്കേഷൻ ഒരുപാടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോളജ് ഇല്ല, നിങ്ങളുടെ നോളജ് ഓക്കെ നിങ്ങൾക്ക് നോളജ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് നോളജ് ഉണ്ടാവും. ആ നോളജ് ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾ എക്സിബിറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നോളജ് ഇല്ലാത്തതിന് ഈക്വലാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് കേസ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണം, സെക്കൻഡ് കേസ് നിങ്ങൾക്ക് നോളജ് കാണിക്കാൻ എക്സിബിറ്റ് ചെയ്യാൻ ഇൻ്റർവ്യൂ സമയത്ത് പറ്റണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഹൈ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കില്ല, പക്ഷേ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് കാണിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് നല്ല സാലറി എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ 2 കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനൊരു നിങ്ങൾക്ക് ഒരു ഫാൾസ് ഇൻഫർമേഷൻ ഒന്നും ഞാൻ ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് മനസ്സിലായ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളും പ്ലസ് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അക്കൗണ്ട്സ് ഫീൽഡിൽ, അവർ പറഞ്ഞ എക്സ്പീരിയൻസും കൂടെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഫസ്റ്റ് കേസ്, നിങ്ങൾ ഹൈലി ക്വാളിഫൈഡ് ആണോ നിങ്ങൾ നോക്കുക, അതുപോലെ നിങ്ങളുടെ നോളജ് ലെവൽ നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലെവൽ. ഓക്കെ, ഈ 2 കേസ്. തേർഡ് ഫാക്ടർ, കമ്പനി ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, ഒരിക്കലും സ്മോൾ കമ്പനീസ് ഓഫർ ചെയ്യുന്ന സാലറി അല്ല ഒരിക്കലും ബിഗ് കമ്പനീസ് ഓഫർ ചെയ്യുക. ഈ 3 കേസും നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൊരു നിങ്ങൾക്ക് അതിലൊരു അനാലിസിസ് നടത്തി ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഞാൻ ഹൈലി ക്വാളിഫൈഡ് ആണോ, അല്ലെങ്കിൽ എനിക്ക് നോളജ് ഉണ്ടോ, ഞാൻ പോകുന്ന കമ്പനി ഏത്, വലിയ കമ്പനിയാണോ, നല്ല ടേൺ ഓവറുള്ള ഇയർലി നല്ല ടേൺ ഓവറുള്ള വലിയ കമ്പനീസ് ആണോ, ഒരു 1000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണോ,
അല്ലെങ്കിൽ സ്മോൾ കമ്പനിയാണോ, ഒരു 50-40 എംപ്ലോയീസ് ഉള്ള കമ്പനിയാണോ, ഓക്കെ, ഇതൊക്കെ ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, ഞാൻ വലിച്ചു നീട്ടിയെന്ന് വിചാരിക്കുന്നില്ല, കാരണം ഞാൻ ഈ പറഞ്ഞ എല്ലാ പോയിന്റും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഇൻ്റർവ്യൂ സമയത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ 3 കാര്യങ്ങളും മസ്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻ്റർവ്യൂ പോവുക. എക്സ്പെക്റ്റഡ് സാലറി നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സാലറി എത്ര പറയണം. ഓക്കെ, അത് ഈ 3 ഫാക്ടർ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പറയാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ അക്കൗണ്ട്സ് റിലേറ്റഡ്, UAE അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളത് എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു.